ഹലോ ഗൈസ്, അങ്ങനെ +1 ബയോളജി മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ബയോളജി എക്സാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ലാംഗ്വേജിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എല്ലാവർക്കും ലാംഗ്വേജ് വേറെ വേറെ ആയിരിക്കും. പിന്നെ അത് ലാംഗ്വേജ് ഏകദേശം എപ്പോഴും അത്യാവശ്യം സിമ്പിളാക്കിയിട്ട് തന്നെയാണ് എക്സാംസൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോ വേണ്ടാന്ന് തോന്നി. ലാംഗ്വേജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും അത്യാവശ്യം നല്ല സിമ്പിൾ തന്നെയായിരുന്നു. പിന്നെ മോഡലൊക്കെ ആയതുകൊണ്ട് എഴുതാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അതൊഴിച്ച് ബാക്കി മലയാളം സിമ്പിൾ എക്സാം തന്നെയായിരുന്നു. ബയോളജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബയോളജിയും എനിക്ക് അത്യാവശ്യം ഈസി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ ചിലർക്ക് ബോട്ടണി അത്യാവശ്യം ടഫായിരുന്നു, സുവോളജി സിമ്പിളായിരുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടത്. എനിക്ക് രണ്ടും കുഴപ്പമില്ല. പക്ഷെ ഇതേപോലെ ബോട്ടണി അവസാനത്തെ സെഷൻ മാത്രം കുറച്ചൊന്ന് ഇതായി, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ. അത്യാവശ്യം കട്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, 23 പേജൊക്കെയാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സുവോളജിയാണല്ലോ എഴുതുന്നത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം കഴിഞ്ഞിട്ടാണ് സുവോളജി എഴുതി തുടങ്ങേണ്ടത്. ഇപ്പോൾ ബോട്ടണിയിൽ ഫസ്റ്റത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഹാലോഫൈൽസ്, എക്സ്ട്രീം സാൾട്ട് ഏരിയാസ്. ഇപ്പോൾ ഹോട്ട് സ്പ്രിങ്സിൽ തെർമോസിലോഫൈൽസ് ആണ്. പിന്നെ ആസ്കോമൈസിറ്റ്സ്, സാക് ഫഞ്ചി ആണെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചി, ഡിറ്റീരിയോമൈസിറ്റ്സ് ആണ്. അങ്ങനെ അര മാർക്ക് വെച്ചിട്ട് 1 മാർക്ക്. പിന്നെ ഇതിൽ റെഡ് ആൽഗയിൽ സ്റ്റോർഡ് ഫുഡ് ഏതാണ്? അത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്. പിന്നെ ഇത് നമ്മുടെ മോർഫോളജിത്തെ ചോദ്യം, അത് ഫില്ലോടാക്സിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ പ്രോഫേസ് 1 ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കൈറ്റിൻ എന്ന സ്റ്റേജിലാണ്. പിന്നെ എബിലിറ്റി ഓഫ് പ്ലാന്റ്സ് ടു ഫോളോ ഡിഫറെൻറ്റ് പാത്വേസ് എന്ന് കാണിക്കുന്നത് എനിക്ക് പ്ലാസ്റ്റിസിറ്റിയാണ് ഞാൻ എഴുതിയത്. ഇതിൽ 5 എണ്ണത്തിൽ 3 എണ്ണം എഴുതിയാൽ മതി. ഞാൻ 5 എഴുതിയിട്ടുണ്ട്. 3 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത സെഷൻ 2 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യനാണ് നമുക്ക് എഴുതേണ്ടതുള്ളത്. അതിൽ ഡയാറ്റമീഷ്യസ് എർത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട് പ്ലാൻ കിങ്ഡത്തിൽ നിന്ന്. അത് അത്യാവശ്യം എക്സാമ്പിളൊക്കെ നോക്കിപ്പോയവർക്ക് സിമ്പിളായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. പിന്നെ ഇവിടെ അനാട്ടമിയിൽ നിന്ന് കൺജോയിൻറ്റും റേഡിയലും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ കേസിൽ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എൻഡോമെമ്പറൈൻ സിസ്റ്റിൽ 2 ഓർഗനൽസിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെന്തുകൊണ്ടാണ് ഉൾപ്പെട്ട് അതും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ബുള്ളിഫോം സെൽസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവരെങ്ങനെയാണ് വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബുള്ളിഫോം സെൽസ് എന്ന് പറയുമ്പോൾ മോണോകോട്ടിൽ അഡാക്സിയൽ എപ്പിഡെർമസിൽ കാണുന്ന ഒരുതരം സെൽസാണ്. അത് അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ പോളി റൈബോസോംസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു സിംഗിൾ mRNAയിൽ ഒരുപാട് റൈബോസോംസ് ഉള്ള ഇതാണ്. ഫംഗ്ഷൻ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് ആ ഒരു വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അടുത്തത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്, അത് എഴുതിയിട്ടുണ്ട്. അതേപോലെ C4 പ്ലാന്റ്സിൻ്റെ അനാട്ടമി, ലീഫ് അനാട്ടമി ഏതാ ചോദിച്ചിട്ടുണ്ട്. അത് ക്രാൻസ് അനാട്ടമിയാണ്. പിന്നെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഈ സംഭവം കാണിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് സോർഗം എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ വേറെ ഏതൊക്കെയാണ് പ്ലാന്റ്, ഷുഗർ കെയിനൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ റെസ്പിറേറ്ററി കോഷ്യൻ്റ് എഴുതാൻ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ടെക്സ്റ്റ് ലൈനിൽ തന്നെ ഒരു ഇക്വേഷനാണ്. ട്രിപ്പൽ മിറ്റീൻ്റെ ഇത് 0.7 ആണ് കിട്ടുക. അത് അടുത്തത് എത്തഫോണും അബ്സിസിക് ആസിഡിൻ്റെ രണ്ടും പ്ലാന്റ് ഗ്രോത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ അത്ര നേരെ അങ്ങോട്ട് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് 2 എണ്ണം വിടാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. പിന്നെ അടുത്തത് പ്ലസൻറ്റേഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഏതാണെന്ന് തിരിച്ചറിയാനും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് അത്യാവശ്യം കുറച്ച് കുഴപ്പിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം അതങ്ങനെ കറക്റ്റ് ഡയഗ്രാം ഒന്നും ഞാൻ നോക്കി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മോർഫോളജിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നി. പിന്നെ മൈറ്റോസിസിൻ്റെയും മിയോസിസിൻ്റെയും സിഗ്നിഫിക്കൻസ് അത് എഴുതിയിട്ടുണ്ട്. അതേപോലെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് തൈലക്കോയിഡ് മെംബ്രെയിനിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ള 3 റീസൺസ്. അതൊന്നും മറ്റേ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, പിന്നെ പ്ലാസ്റ്റോക്കിനോൻ്റെ ഒരെണ്ണം, അങ്ങനെ 2 എണ്ണമാണ് എഴുതിയത്. 3 പിന്നെ NADPൻ്റെ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റാണോന്ന് അറിയില്ല. പിന്നെ ഇത് റെസ്പിറേഷൻ്റെ ആണ്. ഇതും ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതത്ര ഓർത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ബോട്ടണി കഴിഞ്ഞു. ഇനി അടുത്തത് സുവോളജി.
സുവോളജിയിലും 1 വേർഡ്, ഇത് ഫാമിലി ക്ലാസ്. പിന്നെ ഇത് ഗ്ലൈസിൻ, അലനിൻ, ഇത് പെക്ടറൽ ഗേർഡിൽ, ഇത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, അതിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പാരാത്തോർമോൺ. പിന്നെ ഈ ഒരു ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. രണ്ടിലെയും 1 വേർഡൊക്കെ അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്തിരി പ്രശ്നം വരിക എന്ന് വെച്ചാൽ അവസാനത്തെ സെഷനിക്ക് വരുമ്പോൾ, ആ 3 മാർക്കിൻ്റെ സെഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് വരിക. പിന്നെ ഇത് സ്യൂഡോസീലോമേറ്റ്. എന്നിട്ട് അതിൽ നിന്ന് സ്യൂഡോസീലോമേറ്റ് ആയിട്ടുള്ള 2 ജീവികളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആഷെൽമിന്തസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലത്തെ ആസ്കാരിസും ആൻസൈലോസ്റ്റോമിയും അതാണ് ഞാൻ എഴുതിയത്. പിന്നെ ഇത് സെഫാലോകോർഡേറ്റ, ഇത് ഗ്നാത്തോസ്റ്റൊമേറ്റ. പിന്നെ എക്സാമ്പിൾ ഓഫ് യൂറോകോർഡേറ്റ. ഈ യൂറോകോർഡേറ്റൻ്റെ എക്സാമ്പിൾ ഞാൻ അത്യാവശ്യം പഠിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കിട്ടാണ്ട് ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് അസീഡിയ കിട്ടിയത്. പിന്നെ അസീഡിയ കിട്ടിയോടെ പിന്നെ ബാക്കി കിട്ടി. അസീഡിയ, സാൽപ്പ, ഡോളിയോലം, അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഒരെണ്ണം കിട്ടിയാലേ ബാക്കി കിട്ടുള്ളൂ. അങ്ങനെ ഒരെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അസീഡിയ എഴുതിയത്. പിന്നെ ഇതിൽ ശരിയായ മാച്ചിങ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് മൊളസ്ക, റെഡ്യൂള, ടീനോഫോറ, കോംപ്ലക്സ്, ഇത് രണ്ടുമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ ഞാൻ എഴുതിയത് പറഞ്ഞുതരാം. ഫോർ ബ്രെയിന് എഴുതിയത് ഓൾഫാക്ടറി ലോബ്സും സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സും, മിഡ് ബ്രെയിന് ഒപ്റ്റിക് ലോബ്സും ഡയൻസെഫലോണും എഴുതിയത്. ആ ആൻസർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എന്താ എഴുതിയെന്ന് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. പിന്നെ ഇത് എന്ത് ടൈപ്പ് എൻസൈംസ് ആണെന്ന് ചോദിച്ചത്. ഇത് പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാം ഓക്സിഡോ റിഡക്റ്റീവ്സ് എൻസൈംസ് ആണെന്ന്. പക്ഷേ ഇത് ഞാൻ ലിഗേസസ് എന്നാണെന്ന് എഴുതിയത്. ആ ഒരു ടൈപ്പ് ഓഫ് എൻസൈംസിനെ പറ്റി ഞാൻ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചില്ലെങ്കിൽ തന്നെ വായിച്ചാൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. പിന്നെ എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിലെ അമ്മയുടെ RH കണ്ടീഷൻ എന്താണ്, കുട്ടിയുടെ RH കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എങ്ങനെയാണിത് അവോയ്ഡ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആൻറ്റി RH ഇൻകോമ്പാറ്റിബിലിറ്റി വാക്സിൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിന് പ്രത്യേകം വല്ല പേരുണ്ടോ എന്ന് ടെക്സ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് അറിയില്ല, നോക്കാം. അതേപോലെ ECGയുടെ ഫുൾ ഫോം ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാണ് എഴുതിയത്. ചിലർ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു മെഷീനാണെന്നാണ് തോന്നുന്നത്. പിന്നെ അടുത്തത് ഇത് P വേവ് ആണ്. ഇത് QRS കോംപ്ലക്സ് അല്ലെങ്കിൽ QRS വേവ് എന്ന് എഴുതാം. പിന്നെ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ 2 ഈസ് എ വാസോ ഡയലേറ്റർ, അതൊരു വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അപ്പോൾ ഇതൊരു തെറ്റാണ്. പിന്നെ ആൻജിയോടെൻസിൻ 2 ആക്ടിവേറ്റ്സ് ദ അഡ്രീനൽ മെഡ്യൂള ടു റിലീസ് ആൽഡോസ്റ്റിറോൺ, ഇത് തെറ്റാണ്. കാരണം അഡ്രീനൽ കോർട്ടെക്സിനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇത് ട്രൂ റിപ്സ്, ഫാൾസ് റിപ്സ്. പിന്നെ ഇത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി, ഇത് വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസി. അങ്ങനെ ഇത്. പിന്നെ ഇത് ഫൈലം പോറിഫറ, ആർത്രോപോഡ, എക്കൈനോഡെർമാറ്റ. പിന്നെ അവരുടെ സിമ്മെട്രി ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതൊക്കെ അത്യാവശ്യം ആനിമൽ കിങ്ഡം എല്ലാവരും പഠിച്ചു പോയൊരു ചാപ്റ്റർ തന്നെയായിരിക്കും. അതേപോലെ ബ്രീത്തിങ് അത്യാവശ്യം സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. അത് ടൈഡൽ വോളിയം, റെസിഡൽ വോളിയം തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു വോളിയം ഓഫ് എയർ നോക്കുന്ന മെഷീൻ്റെ പേര് സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പൈറോമീറ്റർ, രണ്ടും എഴുതാം. ഇത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഇത് മറ്റേ എക്സ്ക്രീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അൾട്രാ ഫിൽട്രേഷൻ, ആ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ പാഠം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഗസറ്റ്സ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആവണമെന്ന് അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ ബയോളജി എക്സാമിൻ്റെ അവസ്ഥ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബയോളജി എക്സാം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പബ്ലിക് എക്സാമിനൊക്കെ അത്യാവശ്യം ലീവ് ഉണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടല്ലേ എല്ലാം പഠിച്ചത്. അപ്പോൾ ഇതിനായിട്ട് പഠിക്കുമ്പോൾ അത്യാവശ്യം ഫുൾ മാർക്ക് തന്നെ ബയോളജിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ സബ്ജക്റ്റിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് മാത്സും ഫിസിക്സുമാണ് അത്യാവശ്യം കുറച്ച് ബാക്ക്ലോഗ്സ് ഉള്ളത്. കെമിസ്ട്രിയും ആ ഒരു ഹൈഡ്രോ കാർബൺസ് അങ്ങനെ കുറച്ച് ചാപ്റ്റർ ഒന്നും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.